കടന്നുപോയത്. അപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതനായ യേശു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നും മഹാപുരോഹിതനായി കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സംസാരിക്കുവാനായി ഈ ലോകത്തിലെ ഒരു പുരോഹിതനോട് ചെന്ന് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തിൽ ഇന്നും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഒക്കെ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമ ആചാരം അനുസരിച്ച് പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി യേശു ക്രിസ്തു ഉള്ളതുകൊണ്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അപ്പോൾ നമുക്കുള്ള ഒരു മഹാപുരോഹിതനായി യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നുണ്ട്. ആ യേശു പിതാവിന്റെ സന്നിധിയിലേക്ക് കരേറി പോയിട്ടുണ്ട്. ആ യേശു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഇന്നും ഇടിവിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മനുഷ്യർക്ക് വേണ്ടി ഒരു മഹാപുരോഹിതന്റെയോ പുരോഹിതന്റെയോ ആവശ്യം ഇല്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം പഠിക്കുന്ന, എബ്രായ ലേഖനം ധ്യാനിക്കുന്ന ഏതൊരു ദൈവപൈതലിന് മനസ്സിലാക്കാൻ സാധ്യമായി തീരും പൗരോഹിത്യ ശുശ്രൂഷ അതായത് 2000 വർഷങ്ങൾക്ക് മുൻപേ അവസാനിച്ചിരിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയെ കർത്താവായ യേശുക്രിസ്തു പ്രോത്സാഹിപ്പിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായി മുൻനിരയിൽ നിന്ന ഒരു കൂട്ടം ആൾക്കാരാണ് മഹാപുരോഹിതരും കൂടെയുള്ളവരും. അപ്പോൾ തന്നെ ആ മഹാപുരോഹിത ആ കാലഘട്ടത്തിലെ മഹാപുരോഹിത ശുശ്രൂഷ മാത്രമല്ല, പിന്നീട് വന്ന മഹാപുരോഹിത ശുശ്രൂഷയെ കർത്താവ് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്കുള്ള ഒരു മഹാപുരോഹിതനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു മഹാപുരോഹിതനായിരിക്കുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി നമ്മെ ദൈവം തെരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ കർത്താവിനെ സേവിക്കുന്ന, സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, കർത്താവിന്റെ നാമത്തെ പിൻപറ്റുന്ന ഏതൊരു മാനവകുലത്തെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും വിശുദ്ധ വംശവും സ്വന്തം ജനവും രാജകീയ പുരോഹിത വർഗവും ഒക്കെ ആയിട്ട് നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ പുതിയ നിയമപ്രകാരം രാജകീയ പുരോഹിത വർഗമായിട്ട് നമ്മളെ ഓരോരുത്തരെ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്നുള്ള പൗരോഹിത്യ ശുശ്രൂഷകളെ കർത്താവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമായി തീരുന്നുണ്ട് ഇങ്ങനെയുള്ള പൗരോഹിത്യ ശുശ്രൂഷകൾക്കെല്ലാം പരിപൂർണമായ അവസാനം കർത്താവ് കുറിച്ചു. നമുക്ക് കാണാൻ കഴിയും 7:27 എബ്രായർ വായിച്ചു നോക്കുക. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. യേശുക്രിസ്തു ഒരിക്കലായിട്ട് യാഗമായി. ആ മഹാപുരോഹിതന്മാരെ പോലെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മഹാപുരോഹിതന്മാര് മാത്രമല്ല, പുതിയ നിയമത്തിലെ പുരോഹിതന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയില്ല. അതുകൊണ്ട് മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ കഴിയാത്തത് കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാണ്. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാണ് പ്രാപിച്ചത്. അപ്പോൾ മാറാത്ത പൗരോഹിത്യം പ്രാപിച്ച ഒരു യേശു നമുക്കുള്ളപ്പോൾ പിന്നെ ഒരു പുരോഹിതന്റെ ആവശ്യം ഉണ്ടോ? പുതിയ നിയമസഭയ്ക്ക് പിന്നെ വേറൊരു മഹാപുരോഹിതന്റെയോ പുരോഹിതന്റെ ആവശ്യം ഇല്ലവേ ഇല്ല
വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ എബ്രായ വിശ്വാസികളാകുന്ന പരമ്പരാഗതമായി എബ്രായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഹിബ്രു, അതായത് യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയ അല്ലെങ്കിൽ യഹൂദ പൗരോഹിത്യ യഹൂദ മതാനുസാരികൾക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരോട് പറയുക, പൗരോഹിത്യത്തിന് വേണ്ടി നിങ്ങൾ ഇനിയും ഒന്നും ചെയ്യണ്ട. അത് ഒരിക്കലായിട്ട് ഒരുവൻ പൗരോഹിത്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പുരോഹിതനായി, മഹാപുരോഹിതനായി, ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനുണ്ട്. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കുള്ള മഹാപുരോഹിതനായ യേശു നമ്മുടെ വിളിപ്പുറത്തുണ്ടെന്നുള്ളതാണ്. ഇന്നുള്ള പുരോഹിതന്മാരെയോ മഹാപുരോഹിതന്മാരെയോ ഒക്കെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ അല്ലെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാലോ അവർക്ക് കാര്യങ്ങളുടെ വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തിയ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. എന്നാൽ നമുക്കുള്ള മഹാപുരോഹിതനെ സംബന്ധിച്ച് ഫോണിൽ വിളിക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് പറയാൻ, നേരിട്ട് അപേക്ഷിക്കാൻ, നേരിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, നേരിട്ട് നമ്മുടെ കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് മുൻപിലുണ്ട്. പിതാവായ ദൈവത്തോട് പുത്രനായ യേശു ക്രിസ്തു നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇടനിന്നുകൊണ്ട് മധ്യസ്ഥത അർപ്പിച്ചുകൊണ്ട്